സ്നേഹം, സമ്പാദ്യം തുടങ്ങി എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. സംസാരിക്കുന്നവരെക്കാൾ ബുദ്ധിമാനാണ് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ. പഠിച്ചതെല്ലാം ഓർത്തുവെക്കാനായാൽ പരീക്ഷയിൽ വിജയിക്കാനാവും. അനുഭവിച്ചത് പലതും മറക്കാനായാൽ ജീവിതത്തിൽ വിജയിക്കാനാവും. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നു എന്നതിനർത്ഥം അവരാണ് ശരിയെന്നല്ല. നമ്മൾ അവരോട് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നു എന്നാണ്. നമ്മൾ ക്ഷമാശീലരായാൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകാം. ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന് വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താം. പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരൻ. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം, പക്ഷേ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. മരണം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മരിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഭാവിയിൽ അവർ ആരായിത്തീരണമെന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു ഓക്ക് മരത്തെ അങ്ങനെ തന്നെ വളരാൻ അനുവദിക്കുക. അതിനെയൊരു ആപ്പിൾ മരമാക്കാൻ നിർബന്ധിക്കുന്നത് മണ്ടത്തരമാണ്. എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിൽ ആണെങ്കിലും ഒരിക്കലും മടുത്ത് പിന്മാറരുത്. ജീവിതമൊരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. സൈക്കോളജി പറയുന്നു, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവർ നിങ്ങളോട് പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചാൽ മാത്രം മതിയെന്ന്. അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കില്ല. പരസ്പരം ഉടലെടുക്കുന്ന സംശയങ്ങളും വിശ്വാസക്കുറവും ആയിരിക്കും ബന്ധങ്ങളുടെ കണ്ണിയകറ്റുക. നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാതെ വരുമ്പോൾ വിഷമിക്കരുത്. ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരുപാട് പേര് ഈ ഭൂമിയിലുണ്ട്. ഒരു പുഞ്ചിരിയിൽ തീരുന്ന പിണക്കങ്ങളും ഒരു വാക്കിൽ തീരുന്ന പരിഭവങ്ങളും ഒരു നോട്ടത്തിൽ അലിയുന്ന സങ്കടങ്ങളും മാത്രമേ സ്നേഹമുള്ള മനസ്സുകൾക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും ഭാരം കൂടിയതും എന്നാൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, അത് സങ്കടങ്ങളാണ്. ആത്മാഭിമാനം വ്രണപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മറന്നു പോകരുത്.